അങ്ങേയറ്റം അപലപിക്കേണ്ട ഒരു വിഷയം തന്നെ. ഇത് ഈ വിഷയം മാത്രമല്ല, ഈ ഇപ്പം നേരത്തെ പറഞ്ഞ മറ്റേ രഞ്ജിത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള വിഷയം. രഞ്ജിത്ത് ഇസ്രായേലൊക്കെ പൈസ വാങ്ങിയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നല്ല വന്നിട്ടുള്ളത്. തൻ്റെ ഒരു ബന്ധമില്ലാത്ത കർണാടക പ്രദേശത്തുള്ള അർജുൻ എന്ന് പറയുന്ന ആളായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ് ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ആൾ. ഇയാൾ രക്ഷാ ദൗത്യം ഏറ്റെടുത്ത് അവിടെ ചെല്ലുന്നത് തന്നെ ആ ഒരു കുടുംബത്തോടും ആ ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ്. നിങ്ങളിന്ന് സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ DP-ക്ക് ഫോട്ടോയ്ക്ക് താഴെ വേറെ ഒരു പൊതു രാഷ്ട്രീയ പാർട്ടിയുടെ ചിത്രം വെച്ചിങ്ങായിട്ട് പരസ്യമായിട്ട് പ്രചരിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ? ഒരല്പം മനസാക്ഷിയോടുകൂടെ ചിന്തിച്ച് നോക്കേണ്ട കാര്യങ്ങളല്ലേ ഇത്? പിന്നെ ഒന്ന് പറയാനുള്ളത്, പോലീസ് എന്ന നിലയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഫസ്റ്റ് വീഴ്ച വന്നു എന്ന് പറഞ്ഞത് സത്യമാണ്. കാരണം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ എന്തൊരു വിഷയങ്ങൾ ഉണ്ടായിരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അതുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് എന്ന നിലയ്ക്ക് അവിടെ ദൃക്സാക്ഷികളുണ്ടോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെയും കണ്ടവരുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കണ്ടേ? ഇന്നിപ്പം ലൈവായിട്ട് ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ 8:45 ഈ അപകടം നടക്കുമ്പോഴും ഒരു 9 മണി 10 മണിക്ക് ശേഷം തടിക്കഷം പുഴയിലൂടെ ഒഴുകിപ്പോകുന്നത് കണ്ടതായിട്ട് ഇപ്പോൾ ദൃക്സാക്ഷികൾ പറഞ്ഞതായിട്ട് ഇന്നിപ്പോൾ ഒരു ചാനൽ ഇപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ട് ഇതൊക്കെ പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ദൃക്സാക്ഷികളുണ്ടോ എന്നുള്ള കാര്യത്തിനെ പറ്റി അറിയാൻ വേണ്ടി ദൃക്സാക്ഷികൾ സൈബർ അറ്റാക്സിനെ കുറിച്ച് കൺസേൺ കൂടിയുണ്ട്, അത് പങ്കുവയ്ക്കാണ് താങ്കൾ.